നമുക്കെല്ലാവർക്കും കൗതുകത്തിൻ്റെ പുറത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം, മൂക്ക് കുത്തുക എന്നുള്ളത്. എൻ്റെ മൂക്ക് പൊതുവേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ എന്തുകൊണ്ടോ അനിയത്തിയുടെ നിർബന്ധം കാരണം, അതേപോലെ ആ മൂക്കിൻ്റെ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂക്ക് കുത്താൻ തീരുമാനിച്ചത്. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം വെച്ച് സ്വന്തമായിട്ട് സാലറി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത, എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഈ മൂക്ക് കുത്തിയത്. അത് ഓരോരുത്തരെയും കാണിച്ചിട്ട് അവരുടെ റിയാക്ഷൻ ക്യാപ്ചർ ചെയ്യുന്ന രസമുള്ള പരിപാടിയാണല്ലോ. ആ പരിപാടിയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ലിപ്സ്റ്റിക്, ഐലൈനർ, മൂക്കത്തി, ഇതപ്പോ സൂപ്പർ. മേക്കപ്പ് ചെയ്തില്ല. ഓ മൂക്ക് കാണിച്ച് നല്ലുണ്ട്. ഞാൻ കറക്റ്റ് നോക്കി എന്താണ് വ്യത്യാസം. എനിക്ക് വയ്യ ചുന്തരി കുട്ടി. എന്നെ മുഖത്ത് നോക്കടാ, എന്താ വ്യത്യാസം? അഖിലെന്റെ അഖിൽ എല്ലാരും നോക്ക് നോക്കി എന്നെ നല്ലോണം ഒന്ന് നോക്ക്. തിന്നില്ല. എന്തെങ്കിലും വ്യത്യാസം എന്താ നോക്കണേ. നീ മീശ മേടിച്ചോ? സെക്കൻഡ് സെറ്റ് കുത്തി നമുക്ക് പണ്ടേയില്ലേ ഈ മൂക്ക് കുത്തിയിട്ടില്ലേ? നിന്നെയാണ് ഇന്നത്തോടെ ഒഴിവാക്കി. മൂക്ക് കുത്തിയിട്ടില്ല. എനിക്ക് നിന്റെ മൂക്കുത്തിയുടെ കൂടി ഓർമ്മ. ഇതെന്റെ ഫ്രണ്ട് ഈ റിയാക്ഷൻ ഞാൻ ഇട്ടും. കാവ്യ എന്റെ മുഖം ഒന്ന് നോക്ക്. കാവ്യ സോ പ്രിറ്റി. നീ എന്തോടി ഇട്ടത്തിരിക്കുന്നത്? നീ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇരുട്ടത്തായി പോയി ശ്രീ. ഞാൻ നിന്റെ എക്സ്പ്രഷൻ എടുക്കുമായിരുന്നില്ലേ വീഡിയോയില്? ലൈറ്റ് ബാക്കിൽ നിന്ന് ടോർച്ച്. എന്താണ് എന്റെ മുഖത്തെ വ്യത്യാസം പറയൂ. അതുകൊണ്ട് മനസ്സിലായല്ലേ? ഞാൻ ഇങ്ങനെ മുഖേന തിരിച്ചു വെച്ചിട്ട് അത് ഞാൻ നിങ്ങളെല്ലാം കാണിച്ചിട്ട് എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടിട്ട് എന്റെ എക്സ്പ്രഷൻ ചേട്ടൻ എക്സ്പ്രഷൻ എടുക്കും.
ഇത്ര എക്സ്പ്രഷൻ ആരും ഇട്ടിട്ടില്ല. ഇന്നലെ അല്ലടി സ്വർണ്ണ സൂചി വെച്ചിട്ട് എന്റെ മുഖം ശരിക്കും എന്ന വ്യത്യാസം. എന്റെ മുഖം നോക്ക് എന്തെങ്കിലും വ്യത്യാസം. എന്റെ മുടിയിൽ ഏറ്റവും വെട്ടിയോ എന്താ മനസ്സിലായിട്ടില്ല. വീഡിയോ എടുക്കുന്നില്ല, വേറെ സൂപ്പർ എന്ന് പറ. ശരി വെച്ചിട്ട് പോക്കോ പോക്കോ ഇതിലോട്ട് പോക്കോ. ഇന്നലെ